നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട് സന്ദീപിന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞു. ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? കൊല്ലണോ ഞാൻ? അച്ഛാ, അച്ഛാ, അച്ഛന് ഞങ്ങളോട് ദേഷ്യമാണെന്നറിയാം. എന്തെങ്കിലും വിഷമം ഞങ്ങളായിട്ട് അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാനാ വന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആദ്യമേ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എന്നിട്ടും ഈ വീട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടന്നു. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയാ, സന്ദീപ് ആതിര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്തിരിഞ്ഞു നിൽക്കാൻ പറ്റിയില്ല. അവന്റെ അടുത്തേയും അനഘ ഉൾപ്പെടെ എന്റെ വീട്ടിലും എല്ലാവരും എതിർപ്പ് പറഞ്ഞപ്പോ രജിസ്റ്റർ മാരേജ് എന്നൊരു പോംവഴിയല്ലാതെ ഒന്നും മുന്നിൽ കണ്ടില്ല. പെട്ടെന്ന് പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി എന്നല്ലാതെ അവന്റെ അടുത്ത് പറയുന്ന പോലെ മറ്റൊന്നും ഞാൻ മനസ്സിൽ പോലും വെച്ചിരുന്നില്ല. സാവധാനം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതി. പക്ഷേ ഇതിപ്പോ ഒന്നും പ്രതീക്ഷിച്ച പോലല്ല നടന്നത്. കാര്യങ്ങൾ കൈവിട്ട് മറ്റെവിടേക്കോ പോയി. എല്ലാം ഇത്രയായ സ്ഥിതിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ അച്ഛാ? എന്തിന്? എന്ത് തീരുമാനം ഉണ്ടാക്കണ്ടേന്ന്? തീരുമാനമെല്ലാം നിന്റെ ഈ നിൽക്കുന്ന ഭാര്യ എടുത്തു കഴിഞ്ഞില്ലേ? പെട്ടെന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പോലും ഇപ്പൊ എനിക്ക് സന്തോഷമാണല്ലോ. സാവധാനം എല്ലാരും പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതിയത്രേ. സന്ദീപിന്റെ അനഘയുടെ വിവാഹം ഇന്ന് കഴിഞ്ഞിരുന്നെങ്കിലോ? അച്ഛാ, അതവൻ... വേണ്ട, നിർത്ത്. ഈ വിവാഹം നിശ്ചയിച്ചിട്ട് ഇന്ന് ഇത്രയും ദിവസമായി. എപ്പോഴെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ അഭിമാനം നഷ്ടപ്പെട്ടതും എന്റെ തല താഴ്ന്നു പോയതും രണ്ടാമത്തെ കാര്യം. മകളെ പോലെ ഞാൻ സ്നേഹിച്ച എന്റെ മരുമോളും എന്റെ മകനും എന്നെ ചതിച്ചതാണ് ആദ്യത്തെ കാര്യം. ഒന്നിനും ഒരു പരിധി വയ്ക്കാത്ത ആളാ ഞാൻ. മക്കളോടും മരുമക്കളോടും കാണിക്കുന്ന സ്നേഹത്തിനടക്കം. എന്നിട്ടും ഞാൻ അറിയാതെ ഈ വീട്ടിൽ രഹസ്യമായി ഒരു വിവാഹം നടന്നു കഴിഞ്ഞുവെങ്കിൽ സേതുമാധവൻ എന്ന ഗൃഹനാഥന്റെ പിടിപ്പുകേടാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റം പറയാനോ നടന്നൊക്കെ ഇഴകീറി പരിശോധിക്കാനോ എനിക്ക് താല്പര്യമില്ല. എന്റെ മകൻ സന്ദീപും എന്റെ മരുമകൾ അർച്ചനയും എന്നോടും ഈ കുടുംബത്തോടും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാ അനഘയെക്കുറിച്ച് ഓർത്താ. അവള് വിവാഹ സ്വപ്നം കാണാൻ തുടങ്ങിയതും ജീവിതം ആഗ്രഹിച്ചതും എന്റെ ഒരാളുടെ വാക്കിന്റെ പുറത്താ. മക്കളെയും മരുമക്കളെയും അന്ധമായി വിശ്വസിച്ച് ഞാൻ കൊടുത്ത വാക്കിന്റെ പുറത്ത്. നല്ലൊരച്ഛനല്ല ഞാനെന്ന ബോധ്യത്തെക്കാൾ എന്നെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊന്നും ഇന്നിവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ രക്തബന്ധങ്ങൾക്കപ്പുറമാണ് ചില ബന്ധങ്ങളെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ദയാനന്ദൻ മാഷിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. എന്നാൽ അതൊക്കെ എന്റെ മാത്രം ധാരണകളായിരുന്നുവെന്നും അതെല്ലാം തിരുത്തേണ്ടി വരുമെന്നും
ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിൽ വളരെ മുമ്പേ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാം ക്ഷമിക്കുമായിരുന്നു, മറക്കുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് മറക്കാനോ പൊറുക്കാനോ പറ്റുന്നതല്ല. അതുകൊണ്ട് എന്റെ ക്ഷമയ്ക്ക് വേണ്ടി നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല. മാനസികമായും ശാരീരികമായും എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയ്ക്കും തിരിച്ചടികളാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് ആരോടും ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സച്ചി ഭാര്യയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്നാ ഞാൻ പറഞ്ഞ എന്റെ മറ്റൊരർത്ഥം. എന്റെ മോൻ ഞാനറിയാതെ തീരുമാനമെടുക്കുമെന്നും അർച്ചന എന്നെ മറച്ചത് നടപ്പിലാക്കുമെന്നും ഒരിക്കലും ഞാൻ കരുതിയതല്ല. പക്ഷേ നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ മനുഷ്യര്. സത്യം പറഞ്ഞ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എല്ലാ രീതിയിലും ഞാൻ തകർന്നു നിൽക്കുക. അതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും പറയാനും എനിക്കാവില്ല. അവന്റേക്ക് ഞാൻ വാക്കുകൊടുത്തതുകൊണ്ട് നീ സ്വപ്നം കാണാൻ ഞാൻ നിമിത്തമായി. പറയാൻ പാടില്ലാത്തതാണേലും ഞാൻ പറയുക, മോളെല്ലാം മറക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.